ഞാൻ എൻ്റെ വീട്ടിൽ വന്നൊരു സന്തോഷമാണ് എനിക്ക്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ തൃശ്ശൂർ ഗ്രൂപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റ് ഹോമാണ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇവിടെ എനിക്ക് ആരും അപരിചിതരല്ല, എല്ലാവരും എൻ്റെ സ്വന്തം വീട്ടുകാരും എൻ്റെ നാട്ടുകാരാണ്. ഞാൻ തൃശ്ശൂർ പൂരമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. 1956 ഏപ്രിൽ 21 ജനിച്ചത്. പൂരം ദിവസമാണ് എൻ്റെ ജനനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മഹാഭാഗ്യമുള്ള ഒരാൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറമേക്കാവായിട്ടും തിരുവമ്പാടിയായിട്ടും വടക്കുനാഥ ക്ഷേത്രമൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥ ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ മുസ്ലിമുകളുമായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നാടിന് വലിയൊരു പ്രത്യേകതയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം സഹോദരനെ ഒരിക്കൽ ബാങ്കിൽ ജോലി കിട്ടാതെ, ഞാൻ ബാങ്കുകളുടെ പേരൊന്നും പറയുന്നില്ല, വന്നൊരു സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ ക്ലാസ്മേറ്റ് കല്യാൺ സ്വാമിയുടെ രത്നം എൻ്റെ ജ്യേഷ്ഠൻ്റെ ക്ലാസ്മേറ്റാണ്. അവരാണ് ഉടനെ തന്നെ പറഞ്ഞു, ജോയി അതിനൊന്നും വിഷമിക്കണേ, നമുക്ക് ധനലക്ഷ്മിയിൽ. എൻ്റെ ജ്യേഷ്ഠൻ അവിടുത്തെ റീജിയണൽ മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, മതങ്ങളില്ലാത്ത, മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തിൽ അടിയുറച്ചൊരു നാടാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്, അതിൻ്റെ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുമെന്നുള്ള ഒരു വിചാരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും എനിക്ക് അന്യരല്ല, എല്ലാം എൻ്റെ സ്വന്തമാണ്.